ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിൻ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് സഹായകരമായിട്ടുള്ളൊരു ഹെൽത്തി ഡ്രിങ്കാണ്. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് കാലുകളിൽ ഞരമ്പ് തടിച്ച് വീർത്തു വരുന്ന അവസ്ഥയാണ്. അതുമാത്രമല്ല അതിൻ്റെ കൂടെ വേദനയുണ്ടാകും. രക്തപ്രവാഹം ശരിയായി നടക്കാത്ത അവസ്ഥയാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള കാരണം. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ടും അതേപോലെ തന്നെ വെരിക്കോസ് വെയിൻ്റെ ആ ഞരമ്പുകളുടെ വീക്കം കുറയ്ക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ നെല്ലിക്ക. നെല്ലിക്കയിലുള്ള വൈറ്റമിൻ സി ഇതിന് സഹായകരമാണ്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെല്ലിക്ക ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു നെല്ലിക്കയാണ് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സത്തൊക്കെ ശരിയായ രീതിയിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അത് നിർബന്ധമില്ല, ജസ്റ്റ് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു കറ്റാർ വാഴ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കറ്റാർ വാഴയിലും ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന വീക്കത്തിനും അസ്വസ്ഥതയും ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. ഉള്ളിലെ ജെല്ല് മാത്രമായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. രണ്ടും തുല്യ അളവിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറ്റാർ വാഴ ജെല്ലും അതേപോലെ തന്നെ നെല്ലിക്ക അരിഞ്ഞതും അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേ നമ്മുടെ സിമ്പിളായിട്ടുള്ള നെല്ലിക്ക ജ്യൂസ്, നെല്ലിക്ക കറ്റാർവാഴ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആഹാരത്തിന് 20 മിനിറ്റ് മുൻപായിട്ട് കുടിക്കാം. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാനായിട്ട്, ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഇത് ഡെയിലി കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടിയാണ് നമ്മുടെ ഈ ഒരു അലോവേര നെല്ലിക്ക ജ്യൂസ്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ അകറ്റാനും നമുക്ക് കറ്റാർ വാഴ പോളയിൽ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്ക് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ രാത്രിയിൽ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പച്ചത്തക്കാളി ഇതേപോലെ വെരിക്കോസ് വെയിന് വളരെ നല്ലതാണ്. രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനായിട്ടും രക്തതടസ്സം ഒഴിവാക്കാനായിട്ടും നല്ലതാണ്. പലരുടെയും കാലുകളിൽ ഇതേപോലെ ഞരമ്പ് തടിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. പക്ഷെ അത് പേടിക്കേണ്ടതില്ല, എല്ലാവർക്കും അതൊരു പ്രശ്നമായിട്ട് മാറാറില്ല. വെരിക്കോസ് വെയിൻ സിരകളുടെ വലിപ്പത്തിൽ പെട്ടെന്ന് വർധന ഉണ്ടാകുക, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുക, ഒരു അൾസർ പോലുള്ള അവസ്ഥകൾ വരിക, കഠിനമായ വേദനയും വീക്കും ഒക്കെ വരുന്ന അവസ്ഥയിൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.